ഈ മാസം 15-നാണ് ബിജുവിനെ ലക്ഷ്യമിട്ട പ്രതികൾ തൊടുപുഴയിൽ എത്തിയത്. ബിജുവിന്റെ ഓരോ ദിവസത്തെയും നീക്കങ്ങൾ സമയമെടുത്ത് നിരീക്ഷിച്ചു. 19-ന് രാത്രി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും കണക്കുകൂട്ടലുകൾ തെറ്റി. അന്ന് ബിജു നേരത്തെ വീട്ടിൽ മടങ്ങിയെത്തി. ഇതോടെ ആ രാത്രി മുഴുവൻ പ്രതികൾ ബിജുവിന്റെ വീടിന് സമീപം തങ്ങി. വ്യാഴാഴ്ച പുലർച്ചെ 4 മണിക്ക് അലാം വെച്ച് ഉണർന്ന പ്രതികൾ ബിജുവിന്റെ സ്കൂട്ടറിനെ പിന്തുടർന്നു. വാഹനം തടഞ്ഞു നിർത്തി ബിജുവിനെ വലിച്ചു കയറ്റി. ജോമോനെ കൂടാതെ ജോമിനും ബിജുവിനോട് വിരോധമുണ്ടായിരുന്നു. ചെറുപുഴയിലെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത വകയിൽ 1 ലക്ഷം രൂപയോളം ഇയാൾക്ക് ബിജു നൽകാനുണ്ടായിരുന്നു. എന്നാൽ ബിജുവും ജോമോനും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നത് അറിവില്ലെന്നും ബിജുവിന്റെ ഭാര്യയെ ഫോണിൽ വിളിച്ച ജോമോൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് സഹോദരൻ ജോസ് വ്യക്തമാക്കുന്നത്. ജോമോന് വേണ്ട പ്രശ്നങ്ങളുള്ളതായിട്ട് അവൻ്റെ ഭാര്യയ്ക്കും അറിയാം. അവൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവന് വെളുപ്പിന് പോകുന്ന കൂട്ടത്തിലാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അവൻ പോകുന്ന വഴിക്ക് ഒരു വണ്ടിക്ക് ഒരു തട്ട് കൊടുക്കാനൊക്കെ ഞങ്ങൾക്ക് അറിയാൻ കിട്ടും എന്ന് അവൻ പറഞ്ഞിരുന്നു. ഇടുക്കി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബിജുവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ആന്തരിക രക്തസ്രാവവും ഉണ്ടായിട്ടുണ്ട്. വലത് കൈയിലെ മുറിവ് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.